ഫിലോസഫർ സ്റ്റോൺ തേടി പാരീസ് കാറ്റകോമ്പുകളിലേക്ക് അന്വേഷിച്ചു പോകുന്ന ഒരു ഫുട്ടേജ് ചിത്രമാണ് ആസ് എബോവ് സോ ബിലോ. സ്റ്റോണിൻ്റെ പ്രത്യേകതകൾ: 1. സാധാരണ മെറ്റൽസിനെയൊക്കെ സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റും. 2. എറ്റേർണിറ്റി, അതായത് നിത്യജീവൻ, മരണമില്ലാത്തത് എന്നൊക്കെ. കാറ്റകോമ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിന് നരകത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഓരോ ക്യാരക്ടേഴ്സും അവർ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ തെറ്റിന് ഹാലുസിനേഷൻ പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ ജോർജിന് അവൻ്റെ അനിയനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. സ്കാർലറ്റ് സൂയിസൈഡ് ചെയ്ത അച്ഛനെയാണ് കാണുന്നത്. സെഡ് ഇടയ്ക്കിടയ്ക്ക് ഒരു കുട്ടിയെ കാണുന്നുണ്ട്. പാപ്പിലോൺ കത്തുന്ന കാറും അതിലൊരു ഫ്രണ്ടിനെയാണ് കാണുന്നത്. ആസ് എബോവ് സോ ബിലോ എന്നതിൽ ബിലോ എന്നത് അവരുടെ സ്വന്തം മനസ്സും ആത്മാവും ആണ്. എബോവ് എന്നത് യാഥാർത്ഥ്യവും, അതായത് സ്വന്തം മനസ്സിലും ആത്മാവിലും സത്യമായിരിക്കുന്നത് അവർ അനുഭവിക്കുന്ന യഥാർത്ഥത്തിലേക്ക് പ്രദർശിപ്പിക്കുന്നു. ഈ കാറ്റകോംസ് അവരുടെ തന്നെ ഭൂതകാലത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ: ആത്മാർത്ഥമായിട്ട് തെറ്റുകൾ ഏറ്റുപറയുക, അതായത് റെക്ടിഫൈ ചെയ്യുക, തിരുത്തുക. ഇത് സ്കാർലറ്റ് തിരിച്ചറിയുന്നുണ്ട്. സ്കാർലറ്റും ജോർജും സെഡും അവരുടെ തെറ്റുകൾ ഏറ്റുപറയുന്നത് കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. പാപ്പിലോൺ കാറ് കത്തുന്നത് കാണുമ്പോഴും അയാൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നതുകൊണ്ട് പുള്ളി മരിക്കുന്നത്. സിനിമ ഉദ്ദേശിക്കുന്നത് ഒരു നിധി കണ്ടെത്തുന്നതിനെയല്ല, മറിച്ച് ഒരു മാറ്റം, അതായത് വ്യക്തിപരമായി പിശാചുക്കളെ നേരിടുന്നതിനെ പറ്റിയിട്ടാണ്. പശ്ചാത്തപിക്കാത്തവർ സ്വന്തം തെറ്റുകൾ കൊണ്ട് തന്നെ കുടുങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഇതിൽ ബെഞ്ചി, സൂസി ഇവർക്ക് റിപ്പൻറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നില്ല. അതിനു മുമ്പേ ഇവർ മരിക്കുന്നുണ്ട്. സ്കാർലറ്റ് സ്റ്റോൺ ഉപയോഗിച്ച് സൂസിയുടെ മുറിവ് ഉണക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇതേ സ്റ്റോൺ വർക്കാവുന്നില്ല. ഇതിൻ്റെ കാരണം ഇവർ കാറ്റകോംസിൽ ആദ്യം നിൽക്കുന്നത് എബോവ് ആണ്, അതായത് യഥാർത്ഥ വേൾഡിലാണ്. പിന്നീട് ബിലോ വേൾഡിലേക്ക് പോകുമ്പോൾ, അതായത് സൂപ്പർ നാച്ചുറൽ ഹെല്ലിലേക്ക് പോകുമ്പോൾ റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്. റിയാലിറ്റിയിൽ സ്റ്റോണിന് പവറുണ്ട്, പക്ഷേ നമ്മുടെ പരിവർത്തനമാണ് അതിനേക്കാൾ പവർ. അവർ ബിലോ ആണ് നിൽക്കുന്നതെന്ന് ക്ലൈമാക്സിൽ കാണില്ല, താഴേക്ക് ഇറങ്ങുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്. ഇതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്.